ടോപ്പിക് സെൻറ്റൻസ്. നമ്മൾ പലതരം സെൻറ്റൻസുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പലതരം സെൻറ്റൻസുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ടോപ്പിക് സെൻറ്റൻസിനെ എന്താണ് ബാക്കിയുള്ള സെൻറ്റൻസുകളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ സ്കൂളുകളിൽ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ ടോപ്പിക് സെൻറ്റൻസുകളല്ല. നമ്മൾ ജനറൽ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ ഫാക്റ്റ് ബേസ്ഡ് സെൻറ്റൻസുകളോ ആയിരിക്കും. അപ്പം ഫാക്റ്റ് ബേസ്ഡ് സെൻറ്റൻസുകൾ, ജനറൽ സെൻറ്റൻസുകൾ എന്ന് പറയുമ്പം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു സയൻറ്റിഫിക്കൽ കാര്യങ്ങളെ അല്ലെങ്കിൽ ഇന്നുവരെ പഠിച്ച് മനസ്സിലാക്കിയ അറിവിൻ്റെ ബേസിൽ പറയുന്ന കാര്യങ്ങളെ ആയിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അത് എപ്പോഴും ഒരു യൂണിവേഴ്സൽ ഫാക്റ്റുകളെക്കുറിച്ച്, സയൻറ്റിഫിക്കൽ ലോസിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ടോപ്പിക് സെൻറ്റൻസുകൾ എവിടെയാണ് വരുന്നത്? ടോപ്പിക് സെൻറ്റൻസുകൾ വരുന്നത് ഒപ്പീനിയൻ പാരഗ്രാഫുകളിലായിരിക്കും. അതായത് ഓതർ ഒരു ഒപ്പീനിയൻ, അതായത് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് ഒരു ആശയമുണ്ടെങ്കിൽ ആ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലിനാണ് ഒപ്പീനിയൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അവസാനം അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, എന്തൊക്കെയാണോ സമൂഹത്തിലേക്ക് അയാൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ കാര്യങ്ങളെല്ലാം ഒരു അയാളുടെ നിരീക്ഷണ ഗവേഷണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഓരോ പാരഗ്രാഫിൻ്റെയും മെയിൻ സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. കാരണം ആ പാരഗ്രാഫിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിക്കുകയും അതിന് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തും ആയിരിക്കും അയാൾ ആ റൈറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാകാൻ തന്നെ കാരണം എന്താണ്? ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ഫാക്റ്റിനെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരാശയത്തെ അയാൾ ഇമോഷണലി സമീപിക്കുമ്പോഴാണ് ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഇമോഷണലി സമീപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വികാരം പുറത്തേക്ക് വരും. ചിലപ്പം അയാൾ പറയുകയാണ്, ഇപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണത്. അതൊരു ജനറൽ സെൻറ്റൻസാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അങ്ങനെയുള്ള സെൻറ്റൻസാണത്. കാരണം ആർക്കും സംശയമില്ല. പക്ഷേ ഇയാൾ ഒരു ടോപ്പിക് സെൻറ്റൻസ് എഴുതുമ്പം ആ സെൻറ്റൻസിനെ തന്നെ എങ്ങനെയാക്കി മാറ്റും? സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ലിറ്ററലി ഒരു നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ വശം അതല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതല്ല. അതൊരു തെറ്റാണെന്ന് അല്ലെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല എന്ന് അയാൾ ഒരു വികാരങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക. അങ്ങനെയല്ല എന്ന് പറയുമ്പം അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാകുന്നുണ്ട്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാകുന്നുണ്ടെങ്കിലും വെള്ളത്തിനുണ്ടാകുന്ന പരിണാമങ്ങളും വെള്ളം ചൂടാകുന്ന ആ പ്രോസസ്സ് അതിനേക്കാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ 100 ഡിഗ്രിയേക്കാൾ മുമ്പ് അത് സംഭവിച്ചിട്ടുണ്ടെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. കാരണം ഇതുവരെ ലോകം കണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ നിന്ന് മാറ്റി അയാൾ ഒരു കാര്യം പറഞ്ഞേക്കുക. അപ്പം ഇതുവരെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്നത്. അത് ശരിയല്ല എന്ന് പറയുമ്പം എന്തുകൊണ്ട് ശരിയല്ല എന്നും കൂടി പുള്ളിക്ക് പറയേണ്ടി വരും. അതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. കാരണം വൈകാരികമായിട്ട്, ഇമോഷണലി അയാൾ സമീപിക്കുന്നത് എന്തെങ്കിലും ഒരു വികാരത്തോടു കൂടിയായിരിക്കും. കാരണം ശരിയല്ലെന്നോ നല്ലതാണെന്നോ മോശമാണെന്നോ അതിൻ്റെ ഗുണം പോരെന്നോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസുകൾക്കാണ് ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത്. പത്ര ലാംഗ്വേജ് പലപ്പോഴും എഡിറ്റോറിയൽ പോലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ പാരഗ്രാഫ് ആയിരിക്കും. അതിനകത്തായിരിക്കും പലപ്പോഴും ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്ന സെൻറ്റൻസ് കൂടുതലായിട്ട് കാണാറുള്ളത്.
അപ്പം ഇതാണ് ടോപ്പിക് സെൻറ്റൻസിനെ ബാക്കിയുള്ള സെൻറ്റൻസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ടോപ്പിക് സെൻറ്റൻസിലൂടെ ഒപ്പീനിയൻ പാരഗ്രാഫ് അല്ല ഒപ്പീനിയൻ എസ്സേകൾ എഴുതുന്നവരായിരിക്കും നല്ല റൈറ്റേഴ്സ്. അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും, അങ്ങനെ ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആളുകൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു അഭിപ്രായത്തെ കാര്യകാരണസഹിതം അവർക്ക് എഴുതി പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കാര്യകാരണസഹിതം ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ഒപ്പീനിയൻ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു എസ്സേ എഴുതി വളരേണ്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ടോപ്പിക് സെൻറ്റൻസുകളിലൂടെ ഒപ്പീനിയൻ എസ്സേയിലേക്ക് നയിക്കുന്ന ഒരു ആശയ വിതരണ രീതി.